നമസ്കാരം. ഈ പെരുവൺപുറം അമ്പലത്തിൽ സ്ഥിരമായി ഉത്സവം നടത്തുന്നുണ്ട് വർഷാവർഷങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നും പല കാര്യങ്ങളും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ചെയർമാനാണല്ലോ താങ്കൾ. എന്തൊക്കെയാണ് ഈ ഉത്സവത്തിൻ്റെ രീതികളും ഇവിടുത്തെ ആചാര രീതികൾ, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രദേശം നമ്മൾ ഉത്സവം കൊണ്ട് നടക്കുന്നതിൻ്റെ രീതികളൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഉത്സവാഘോഷ സമിതിയുടെ ചെയർമാനായി ഇപ്രാവശ്യം എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഉത്സവാഘോഷ സമിതിയാണ് ഇവിടെ ഉത്സവം നടത്തുന്നത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഉത്സവ സമിതിക്ക് കൂടുതൽ സഹായം ചെയ്യുന്നത് ഇവിടുത്തെ ദേവസ്വം എംപ്ലോയീസും ഞങ്ങളുടെ ദേവസ്വം ബോർഡ്. ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഒരു അമ്പലമാണ്. മലബാർ ദേവസ്വം ബോർഡിലെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ മലബാർ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ സഹായം ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഉത്സവം ഭംഗിയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഇവിടുത്തെ എംപ്ലോയീസും ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും എല്ലാം ഞങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഉത്സവ സമിതി ആണെങ്കിൽ കൂടി ഇവരുടെ സഹായം കൂടി ഞങ്ങൾക്കുണ്ട്. അപ്പം ഉത്സവം എന്ന് പറഞ്ഞാൽ 8 ദിവസം ഉത്സവം. ഇപ്പം ഉത്സവ വിനോദ് സംസാരിച്ചല്ലോ, അതുതന്നെ എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. ആ കാര്യത്തിൽ ഉത്സവം ഭംഗിയായി നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ വൈബ്രൻറ്റ് ജനറൽ കൺവീനർ ശ്രീ ബൈജു ആണ് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ഞാനതും സഹായിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ എന്തായാലും അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നമ്മുടെ ഉത്സവം ഭംഗിയാക്കാൻ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ 8 ദിവസത്തെ പരിപാടികളും ഗംഭീരമാക്കി തന്നെ വരും. 1-ാം തീയതിയാണ് കൊടിയേറ്റം. ഡിസംബർ 1-ന് കൊടിയേറ്റത്തോടു കൂടി ഉത്സവാഘോഷം ആരംഭിക്കും. അന്ന് നടക്കുന്ന ദ്രവ്യകലശം രാവിലെ നടക്കും. അതിനുശേഷം മറ്റുള്ള കർമ്മങ്ങൾ ഓരോ ദിവസം പാഠ്യലിസ്റ്റിൽ മെൽപ്പാട് നേതൃത്വത്തിൽ നടക്കുകയാണ്. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പെരുമ്പറപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നന്നാവുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ പറയാനുള്ളത്. നമസ്കാരം. താങ്കളാണ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ കൺവീനർ എന്ന് അറിഞ്ഞു. സന്തോഷം. കൺവീനർ വളരെ സന്തോഷത്തിലാണ്. അതേപോലെ മുഖത്തൊരു ചെറിയ ടെൻഷനുണ്ട്. ഉത്സവമൊക്കെ എത്തിയതിൻ്റെ ആണോ? എങ്ങനെയാണ് ഉത്സവം? ഈ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രം ഉത്സവാഘോഷത്തിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയാണ് ഉത്സവം നടത്തുന്നത് എന്ന് തോന്നുന്നു. എല്ലാ സഹകരണം ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഉത്സവത്തിന്റെ രീതികളൊക്കെ? ഉത്സവ സമിതി രൂപീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വർഷത്തെ എല്ലാ പ്രധാന ചടങ്ങുകളും ഉത്സവ സമിതി നടത്തുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് ഭാഗവത് സപ്താഹം എന്ന് പറഞ്ഞാൽ തുടങ്ങിയ ആചാര്യന്മാരൊക്കെ ശരിക്കും സമർപ്പണം. അത് നമ്മൾ എല്ലാ തരത്തിലും, അതായത് ഭക്ഷണം തൊട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇതിലും സമർപ്പണം. പ്രത്യേക ദക്ഷിണയൊന്നും നമ്മൾ ആർക്കും നൽകാറില്ല. ഒക്കെ നമ്മളൊരു ചെറിയ ചെറിയ രീതിയിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ഇതിൽ നടന്നു. സപ്താഹം എന്ന് പറഞ്ഞാൽ വളരെ ഭക്തജനങ്ങൾ ശരിക്കും ഏറ്റെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ എന്ത് പരിപാടി ആയാലും അത് ഭക്തജനങ്ങൾ ശരിക്കും നേരിട്ട് ഏറ്റെടുക്കുക. പിന്നെ ഉത്സവം അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓണപ്പായസം ഉണ്ട്. ഓണപ്പായസം ഇതേമാതിരി നമ്മൾ ഭക്തജനങ്ങൾ ശരിക്കും സഹകരിച്ച് നല്ല എല്ലാ സ്ഥലത്തും നല്ല സുഖമായ വിതരണം. പക്ഷേ നല്ല, അതായത് നമ്മൾ പുറത്തില്ല നാരായണ നമ്പൂതിരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ സ്വാദിഷ്ടമായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ശരിക്കും പെരുവൺപുറ എന്ന് വെച്ചാൽ ഈ പ്രസാദം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തിരുവോണ പ്രസാദം തന്നെയാണ് നമ്മളത് പറയുന്നത്. അത്രയും ബന്ധമില്ല ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലക്ഷാർച്ചന, അതും അദ്ദേഹത്തിൻ്റെ ഭക്തജനായിട്ടെടുത്ത്. പിന്നെ നമ്മൾ ഉത്സവം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും കലവറ നിറക്കലോടെ തുടങ്ങുക. അതായത് ശരിക്കും നമ്മൾ പെരുവൺപുറ അപ്പന് ശരിക്കും ഭക്തജനങ്ങൾ സമർപ്പിക്കുക. അതായത് ഉത്സവാഘോഷത്തിന് വേണ്ട വിഭവങ്ങൾ ശരിക്കും ഭക്തജനങ്ങൾ സമർപ്പിക്കുക. അതായത് അതാണ് അത്രയും പെരുവൺപുറപ്പൻ്റെ അതിൽ ഭക്തജനങ്ങളുള്ളത്. എന്താ പറയുക, അത്രയും സഹകരണം ഓരോ തരത്തിലായാലും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ വിളംബര ഘോഷയാത്ര നമ്മൾ കട്ടയാട്ട് തിരുസന്നിധിയാണ് തുടങ്ങുന്നത്. പെരുവൽ ക്ഷേത്രം ദേവീക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കട്ടയാട്ടിൽ നിന്ന് തുടങ്ങി നമ്മളിവിടെ അന്വേഷിക്കും. പിന്നെ അന്ന് തന്നെയാണ് സാംസ്കാരിക ഉത്സവം. നമ്മൾ ഉദ്ഘാടകനായിട്ട് വരുന്നത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. മുഖ്യാതിഥിയായി വരുന്നത് നമ്മൾ രാജേഷാണ്. നമ്മൾ എന്താ വെച്ചാൽ കാശവവേദ റിസർച്ച് ഫൗണ്ടേഷൻ്റെ അദ്ദേഹമാണ് വരുന്നത്. പിന്നെ ഒരുപാട് കലാപരിപാടി എന്താ വെച്ചാൽ അതൊക്കെ നമ്മൾ കലാപരിപാടികളായാലും കുട്ടികളോട് എന്ന് വെച്ചാൽ ഒരു 300-400 ശരിക്കും കുട്ടികളുടെ കലാപരിപാടികൾ തന്നെ ഉണ്ട്. നൃത്യങ്ങളായിട്ടും വലിയ നാടകങ്ങളായിട്ട് പിന്നെ വയലിൻ അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു കുഞ്ഞു ഉപകാരങ്ങൾ ഞങ്ങൾ നടക്കാറുണ്ട്. അതുവരെ ശരിക്കും എന്താ വെച്ചാൽ ഭക്തജന ഭാഗത്ത് നിന്ന് സ്പോൺസർഷിപ്പിൽ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ 2-3 ഘോഷയാത്ര ഉണ്ട്. പള്ളിവട്ട ഘോഷയാത്ര ഉണ്ട്, ആറാട്ട് ഘോഷയാത്ര ഉണ്ട്. അതൊക്കെ നമ്മൾ കാർമ്മികത്വം ശരിക്കും നമ്മൾ സുനിൽ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാം നടക്കുന്നത്. ശരിക്കും പൂജാ കമ്മിറ്റി ആയാലും എല്ലാ കമ്മിറ്റി, അതായത് നമ്മളിവിടെ അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന കമ്മിറ്റികൾ, അതുതന്നെ ശുചീകരണ കമ്മിറ്റി എല്ലാം ശരിക്കും നമ്മളിപ്പോൾ പഞ്ചായത്ത് തട്ടുമ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അത്രയും ഹൈജീനിക്കായിട്ട് അവിടെ ചെയ്യുന്നത്. അതായത് ഒരു പാത്രം തന്നെ ചൂടുവെള്ളത്തിലിട്ട് കഴുകി അത്രയും അങ്ങനെ കെയറായിട്ട് ഭക്തജന ഭാഗത്ത് വളരെ നമുക്ക് എന്താ വെച്ചാൽ എത്ര കണ്ട് ഉപകാരം കിട്ടുന്ന അത്ര കണ്ട് ഇതിൽ ഭംഗിയാക്കി നടത്തും. ഈ പ്രാവശ്യം ദൈവം തന്നെ നമുക്ക് ഭംഗിയാക്കി നടത്തുന്ന പെരുവൺപുറപ്പൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അധികം സംസാരിക്കില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളിൽ സഹായസാരം ഉണ്ടാകുന്ന അപേക്ഷ. നമസ്കാരം.
ഇവിടെ ക്ഷേത്രത്തിൽ ഒരുപാട് പുനരുദ്ധാരണ പ്രവർത്തികൾ നടക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. ഒക്കെ എന്തൊക്കെയാണ്, അതൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ മേൽനോട്ടങ്ങളും കാര്യങ്ങളും, അതിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട ഒരാൾ എന്ന നിലയിൽ താങ്കൾക്ക് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞത്. നമ്മുടെ ഈ പെരുമൺപുറ മഹാവിഷ്ണു ക്ഷേത്രം അനേക വർഷങ്ങൾ പഴക്കമുള്ള കോഴിക്കോട് ജില്ലയിലുള്ള ഒരു ക്ഷേത്രമാണ്. കാലപ്പഴക്കങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് അതിൻ്റെ ക്ഷേത്രാംഗങ്ങൾക്കൊക്കെ ഒരുപാട് ജീർണതകളൊക്കെ സ്വാഭാവികമായിട്ടും വന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നവീകരണ കലശം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ഷേത്രം മൊത്തത്തിൽ അതിൻ്റെ എല്ലാ അംഗങ്ങൾക്കും നവീകരണം നടത്തണം എന്നുള്ള നിലയിൽ തന്നെ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രധാന അംഗമായ ഗോപുരം അത് നമ്മൾ തുടങ്ങി. പിന്നെ എന്തുകൊണ്ടോ നമുക്ക് സമൂഹത്തിൽ മൊത്തത്തിൽ ബാധിച്ചിട്ടുള്ള പല പല പ്രശ്നങ്ങൾ നമ്മുടേതല്ലാതായ കാരണങ്ങൾ കൊണ്ടും പലതുകൊണ്ടും നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 3-4 വർഷം നമുക്ക് വേണ്ട വിധം ചെയ്യാൻ സാധിച്ചില്ല. എന്നിരുന്നാലും നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ ഉണർവോടുകൂടി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അഗ്രശാല നമ്മൾ കംപ്ലീറ്റ് ഓട് മാറ്റി, അതിൻ്റെ പട്ടിയൊക്കെ മാറ്റി. പിന്നെ ഓഡിറ്റോറിയം നമ്മൾ വൃത്തിയാക്കി, അതിന് ഷീറ്റ് മുഴുവൻ മാറ്റി. അങ്ങനെ ഒരുപാട് 2-3 ലക്ഷത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിൻ്റെയും ട്രസ്റ്റി ബോർഡിൻ്റെയും സഹായ സഹകരണത്തോടു കൂടി തന്നെ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ 2-3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയിൽ ക്ഷേത്രത്തിന് അത്യാവശ്യമായിട്ടുള്ള നമ്മളെ ചുറ്റുമതിൽ, ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ അത് വൃത്തിയായിട്ട് പരമ്പരാഗത രീതിയിൽ തന്നെ ആനപ്പള്ള കെട്ടിയ മാതൃകയിൽ തന്നെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമാണ് ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും, കമ്മിറ്റിക്കും ട്രസ്റ്റി ബോർഡിനൊക്കെ ഉള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വൃത്തിയായിട്ടുള്ളൊരു ക്ഷേത്ര ചുറ്റുമതിൽ, പിന്നെ ഭക്തജനങ്ങൾക്ക് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യാനുള്ള നല്ലൊരു പ്രദക്ഷിണ വഴി, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഗോപുരം നമുക്ക് മുഴുവനാക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ബാക്കിയുള്ള അലങ്കാര പണികളും വാസ്തുപരമായിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നടത്താനുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ അടുത്ത ഉത്സവത്തിന് മുമ്പേ തന്നെ കാര്യങ്ങൾ അത്യാവശ്യം വേണ്ടതായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത്, അതാണ് 1-ാം ഘട്ടം. 2-ാം ഘട്ടം എന്നുള്ളത് ബാക്കിയുള്ള ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്കവിടെ ചുമർ ചിത്രങ്ങൾ മാറ്റി എഴുതേണ്ടതുണ്ട്. നമുക്ക് ഇവിടെ ചുറ്റുപാടുമുള്ള ചുറ്റുവിളക്ക്, ക്ഷേത്രത്തിൻ്റെ ചുറ്റുവിളക്ക്, അങ്ങനെ ഒരുപാട് ഭാവിയിലേക്കുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചുറ്റുമതിലും പ്രദക്ഷിണ വഴിയും, അതുപോലെ തന്നെ നമ്മുടെ ഭഗവാന്റെ തിരുവാറാട്ട് നടത്തുന്ന ആറാട്ടുകടവ്, അങ്ങനത്തെ 1-2-3 വർക്കുകളാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അടുത്ത ഉത്സവത്തോടു കൂടി തന്നെ നമുക്ക് ഇത്തരം പ്രവർത്തികളിലൊക്കെ നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. 2-3 കൊല്ലത്തിനുള്ളിൽ ക്ഷേത്രത്തിൻ്റെ മുഖച്ഛായമായി തന്നെ മാറിപ്പോകുന്ന രീതിയിൽ ആ ക്ഷേത്രത്തിൻ്റെ ഒരു ഇതിലേക്ക് നമ്മുടെ പെരുമൺപുറം മഹാവിഷ്ണു ക്ഷേത്രം എത്താൻ കഴിയട്ടെ. അതിനെ എല്ലാ സഹായ സഹകരണങ്ങളും ഭക്തജനങ്ങൾ നൽകുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കൂടെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും, ഇനിയും തുടർന്നും അങ്ങനെ ഉണ്ടാവും. പെരുമൺപുറം നമ്മളെല്ലാവരും അതിനൊക്കെ അനുഗ്രഹിക്കും എന്ന് പ്രതീക്ഷിക്കും.